അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ഒരു കവർച്ചക്കാരൻ ഒരു രാത്രി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ ചുമർ തുരന്നു. അങ്ങനെ അയാൾ എളുപ്പം അകത്തേക്ക് കയറി. എന്നാൽ വീടിനകത്ത് തിരഞ്ഞപ്പോൾ തനിക്ക് മോഷ്ടിക്കാൻ മാത്രം വിലപിടിപ്പുള്ളതോ ഉപകാരപ്രദമോ ആയ ഒന്നും അവിടെ കണ്ടെത്താനാവാതെ അയാൾ തീർത്തും നിരാശരായി. വീടിൻ്റെ ഉടമസ്ഥനാവട്ടെ ആ സമയത്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ രാത്രി നിസ്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇടയിലെപ്പോഴോ താൻ തനിച്ചല്ല, വീട്ടിൽ ഒരാൾ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ നമസ്കാരം അധികം ദീർഘിപ്പിക്കാതെ അവസാനിപ്പിച്ചു. ശേഷം അദ്ദേഹം തിരിഞ്ഞപ്പോൾ കണ്ടത് മോഷ്ടാവിനെയാണ്. അമ്പരപ്പിൻ്റെയോ ഭയത്തിൻ്റെയോ നേരിയ ലാഞ്ചന പോലുമില്ലാതെ മാലിക് റളിയല്ലാഹു അൻഹു വളരെ ശാന്തനായി അയാൾക്ക് സലാം അറിയിച്ചു. ശേഷം പറഞ്ഞു: പ്രിയ സഹോദര, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ. താങ്കൾ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചിട്ട് കയ്യിലെടുക്കാൻ മാത്രം ഉപകാരപ്രദമായ യാതൊന്നും ലഭിച്ചില്ല. എങ്കിലും താങ്കൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാതെ നിങ്ങൾ എൻ്റെ വീട് വിടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം എഴുന്നേറ്റ് ആ റൂമിൻ്റെ മറ്റൊരു ഭാഗത്ത് പോയി കയ്യിൽ വെള്ളം നിറച്ച ഒരു ജഗ്ഗുമായി വന്നു. ആ മോഷ്ടാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു: നിങ്ങൾ വുളു ഉണ്ടാക്കി 2 റക്അത്ത് നമസ്കരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് തേടി വന്നതിനേക്കാൾ മഹത്തായ ഒരു സമ്പത്തുമായി നിങ്ങൾക്ക് ഇവിടം വിടാനാവും. മാലിക് റളിയല്ലാഹു അൻഹു ഉന്നതമായ പെരുമാറ്റ രീതികളിലും സംസാരത്തിലും വളരെയധികം സ്വയം ചെറുതായിപ്പോയ ആ കള്ളൻ താഴ്മയോടെ പറഞ്ഞു: അതെ, അത് തീർച്ചയായും ഉദാരമായൊരു വാഗ്ദാനം തന്നെയാണ്, ഞാൻ നിർവഹിക്കാം. അങ്ങനെ വുളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച ആ മോഷ്ടാവ് പറഞ്ഞു: ഓ മാലിക്, ഞാൻ കുറച്ചു സമയം കൂടെ ഇവിടെ തങ്ങുന്നത് നിങ്ങൾക്ക് വിരോധമുണ്ടാകുമോ? ഞാൻ 2 റക്അത്ത് കൂടെ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു: അല്ലാഹു നിങ്ങൾക്ക് ഇപ്പോൾ നിർവഹിക്കാൻ വിധിച്ചു തരുന്ന എത്ര അളവ് നിസ്കാരമുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നിർവഹിക്കാം. ആ കള്ളൻ ആ രാത്രി മുഴുവൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെലവിട്ടു. പുലരും വരെ അയാൾ തൻ്റെ നമസ്കാരം തുടർന്നു. നേരം പുലർന്നപ്പോൾ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു: അതെ, ഇനി നിങ്ങൾ പോവുക, നന്നായി ജീവിക്കുക. പക്ഷേ പുറപ്പെടുന്നതിന് പകരം ആ കള്ളൻ പറഞ്ഞു: ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ ഇന്നേ ദിവസം നോമ്പ് നോൽക്കാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര താമസിച്ചു കൊള്ളുക. മാലിക് റളിയല്ലാഹു അൻഹു മറുപടി നൽകി. അങ്ങനെ ആ മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിച്ചു. രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ ദീർഘമായി നമസ്കരിച്ചും ആ നാളുകളുടെ പകലുകളിലെല്ലാം നോമ്പനുഷ്ഠിച്ചും അവസാനം അയാൾ പോകാൻ തീരുമാനിച്ചപ്പോൾ ആ മോഷ്ടാവ് പറഞ്ഞു: ഓ മാലിക്, ഞാൻ എൻ്റെ പാപങ്ങളിലും കഴിഞ്ഞുപോയ ജീവിത രീതികളിലും പശ്ചാത്തപിക്കാനും തൗബ ചെയ്ത് മടങ്ങാനും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു: അതെ, അത് തീർത്തും അല്ലാഹുവിൻ്റെ കൈകളിലാണ്. അങ്ങനെ ആ മനുഷ്യൻ മടങ്ങി. തുടർന്ന് ധാർമ്മികതയോടെയും അല്ലാഹുവിന് താഴ്മയോടെയും കീഴ്പ്പെട്ടുകൊണ്ടും ശിഷ്ടജീവിതം കഴിക്കാനായി അയാൾ തൻ്റെ ജീവിതത്തെയും രീതികളെയും മുഴുവൻ പരിവർത്തിച്ചു. അങ്ങനെ അയാൾ സജ്ജനങ്ങളുടെ ജീവിതം നയിക്കവേ ഒരു നാൾ അയാൾക്ക് മുന്നിൽ പരിചയമുള്ള മറ്റൊരു മോഷ്ടാവിനെ വഴിയെ കാണാനിടയായി. ആ ചങ്ങാതി ഇദ്ദേഹത്തോട് ചോദിച്ചു: നിനക്ക് ഇനിയും നിൻ്റെ നിധി കണ്ടെത്താനായില്ലേ? അദ്ദേഹം മറുപടി പറഞ്ഞു: എൻ്റെ സഹോദര, ഞാൻ കണ്ടെത്തിയത് മാലിക് ബിൻ ദീനാറിനെയാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കവർച്ച ചെയ്യാനാണ് പോയത്. പക്ഷേ അദ്ദേഹം എൻ്റെ ഹൃദയം കവരുന്നതിലാണ് അത് അവസാനിച്ചത്. ഇന്ന് ഞാൻ തീർച്ചയായും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു. ഞാൻ ആ വാതിൽക്കൽ കുത്തിയിരിക്കുക തന്നെ ചെയ്യും. സ്വാലിഹീങ്ങളും സജ്ജനങ്ങളുമായ അല്ലാഹുവിൻ്റെ പ്രിയങ്കരരായ അടിയാന്മാർ നേടിയത് ഞാനും സമ്പാദിക്കും വരെ.